അപ്പം നമ്മൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇല്ലുസ്ട്രേഷൻ 20 ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നായിരുന്നു. അപ്പോൾ അതെല്ലാവരും എഴുതിയെന്ന് വിചാരിക്കണു. മിസ്റ്റർ റാവു ഫർണിഷസ് ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് ഹിസ് ഇൻകം ഡ്യൂറിംഗ് ദി ഇയർ 2020-21. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ജർമ്മൻ ഡെവലപ്മെൻറ്റ് ബോണ്ട്. അതിനകത്ത് 1/6 എന്ന് പറയുന്നത് റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്. എമൗണ്ട് എന്ന് പറയുന്നത് 36,000 ആണ്. അപ്പോൾ ജർമ്മൻ ഡെവലപ്മെൻറ്റ് ബോണ്ടാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ജർമ്മനിയിൽ വെച്ചിട്ടായിരിക്കും കിട്ടിയേക്കുന്നത്. പക്ഷെ അതിൻ്റെ 1/6 എന്ന് പറയുന്നത് ഇന്ത്യയിൽ വെച്ചാണ് കിട്ടിയേക്കുന്നത്. അതായത് 36ന്റെ 1/6 എന്ന് പറയുമ്പോൾ 6,000 ഇന്ത്യയിൽ വെച്ചാണ് കിട്ടിയേക്കുന്നത്. അപ്പം ഇൻട്രസ്റ്റ് ഓൺ ജർമ്മൻ ഡെവലപ്മെൻറ്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ ഇതെന്താണ്? എബ്രോഡ് ഇൻകം ആണ്. എബ്രോഡ് ഇൻകം എവിടെ മാത്രമായിരിക്കും ടാക്സിബിൾ ആകുന്നത്? എബ്രോഡ് ഇൻകം എവിടെ മാത്രമായിരിക്കും ടാക്സിബിൾ ആവുന്നത്? എബ്രോഡ് ഇൻകം എവിടെയായിരിക്കും ടാക്സിബിൾ ആവുന്നത്? ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിൽ, അതായത് ഫസ്റ്റ് കേസിൽ, ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിൽ, അതായത് ഫസ്റ്റ് കേസിലാണ് നമ്മുടെ ടാക്സിബിൾ ആവുന്നത്. ഇനി അതിനകത്ത് തന്നെ നോക്കുക, ഈ 36,000ന്റെ 1/6 എന്ന് പറയുന്നത് നമ്മുടെ 6,000 കിട്ടിയേക്കുന്ന എവിടെ വെച്ചാണ്? ഇന്ത്യയിൽ വെച്ചാണ്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ വെച്ച് ഒരു ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാ കേസിലും ടാക്സിബിൾ ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പം ആ 6,000 ഏതൊക്കെ കേസിൽ നമ്മൾ എഴുതും? ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഒരു ടൈപ്പ് പ്രോബ്ലം ആണിത്. ഈ 6,000 ഏതൊക്കെ കേസിൽ നമ്മൾ എഴുതും? ഫസ്റ്റ് കേസിൽ എഴുതും, സെക്കൻഡ് കേസിൽ എഴുതും, പിന്നെ തേർഡ് കേസിലും എഴുതത്തില്ലേ? കാരണം റിസീവ്ഡ് ഇൻ ഇന്ത്യ 6,000 എന്ത് ചെയ്യും? തേർഡ് കേസിലും എഴുതും. അപ്പോൾ 36,000 എന്ന് പറയുന്നത് ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിൽ എഴുതും. 6,000 എന്ന് പറയുന്നത് ബാക്കി രണ്ട് കേസിൽ എഴുതും. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് അതിനകത്തെ 1/6 എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? 1/6 എന്ന് പറയുന്നത് ഇന്ത്യയിൽ വെച്ച് കിട്ടിയിട്ടുണ്ട്. 36,000 1/6, അതായത് 6,000 രൂപ ഇന്ത്യയിൽ വെച്ചാണ് അയാൾക്ക് കിട്ടിയേക്കുന്നത്. അപ്പം നമുക്ക് നോട്ട് ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിലും നോൺ റെസിഡൻറ്റിൻ്റെ കേസിലും 6,000 വെച്ച് എഴുതാം. ഓർഡിനറി റെസിഡൻറ്റിന് നമുക്ക് ഫുൾ എമൗണ്ട് എഴുതാം. എബ്രോഡ് ഇൻകം ഓർഡിനറി റെസിഡൻറ്റിന് മുഴുവൻ ടാക്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത് മുഴുവനായിട്ട് എഴുതാം. 36,000 മുഴുവനായിട്ട് എഴുതാം. ഇനി ഈ 6,000 ഇവിടെ വരാത്തെന്ന് ചോദിച്ചാൽ ആ 36,000 ഓൾറെഡി ഈ 6,000 ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മൾ 6,000 അവിടെയും കൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ജർമ്മൻ ഡെവലപ്മെൻറ്റ് ബോണ്ട്. അതിൻ്റെ 1/6 എന്ന് പറയുന്നത് ഇന്ത്യയിൽ വെച്ച് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും ടാക്സിബിൾ ആയത്. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് കേസ് ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയണോ? ഫസ്റ്റ് കേസ് ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയണോ? കമൻറ്റ് ചെയ്തേ. ക്ലോറി ക്ലിയർ ആണോ? ഓക്കെ. ഒന്നുകൂടെ അമല. ഓക്കെ, ഒന്നുകൂടെ പറയാം. അതായത് ഒന്നുകൂടെ കേൾക്കേണ്ടവരെല്ലാം കേട്ടോളുക. ഫസ്റ്റ് കേസ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ജർമ്മൻ ഡെവലപ്മെൻറ്റ് ബോണ്ട്. ജർമ്മൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ജർമ്മനിയിലെ ബോണ്ടാണ്. അവിടുന്ന് കിട്ടിയ ഇൻട്രസ്റ്റ് ആണ് ഈ 36,000 എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു എബ്രോഡ് ഇൻകം ആണ്, അല്ലേ എമലെ? എബ്രോഡ് ഇൻകം ആണ്. എബ്രോഡ് ഇൻകം എവിടെയായിരിക്കും നമ്മുടെ ടാക്സിബിൾ ആവുന്നത്? അല്ലെങ്കിൽ ഒരു ഫോറിൻ ഇൻകം എവിടെയായിരിക്കും ടാക്സിബിൾ ആവുന്നത്? എവിടെയായിരിക്കും ഫോറിൻ ഇൻകം എവിടെയായിരിക്കും ടാക്സിബിൾ ആവുന്നത് അമല്? ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കേസിലാണ് ടാക്സിബിൾ ആവുന്നത്. ഇനി അതിനകത്ത് ഒരു സെന്റൻസ് തന്നതുകൊണ്ട് മാത്രമാണ് ബാക്കി രണ്ട് കേസിലും ടാക്സിബിൾ ആയത്. അതേത് സെന്റൻസ് ആണെന്ന് ചോദിച്ചാൽ അതിൻ്റെ 1/6, 36,000ന്റെ 1/6 എന്ന് പറയുന്നത് ഈ 6,000 എന്ന് പറയുന്നത് റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ വെച്ചാണ് ഈ 6,000 രൂപ ഇയാൾക്ക് കിട്ടിയേക്കുന്നത്. 6,000 രൂപ ഇന്ത്യയിൽ വെച്ചാണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും ടാക്സിബിൾ ആയത്. ആ ഒരു സെന്റൻസ് ഇല്ലായിരുന്നെങ്കിൽ ആ രണ്ട് കേസിലും ടാക്സിബിൾ ആകത്തില്ലായിരുന്നു. ഇനി ഈ 6,000 ഇന്ത്യയിൽ വെച്ച് കിട്ടിയതുകൊണ്ട് 3 കേസിലും ടാക്സിബിൾ ആയിരിക്കും. പക്ഷെ ഈ 6,000 എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഓർഡിനറി റെസിഡൻറ്റ് ഇൻക്ലൂഡഡ് ആണ്. ആ 36,000 ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഒന്നുകൂടെ എടുത്ത് എഴുതാത്തത്. അപ്പം നമ്മുടെ എമൗണ്ട് വരുമ്പോൾ ഓർഡിനറി റെസിഡൻറ്റിൻ്റെ താഴെ 36,000ഉം നോൺ റെസിഡൻറ്റിൻ്റെ താഴെ
നോട്ട് ഓർഡിനറി റെസിഡൻറ്റിൻ്റെ താഴെ 6000-ഉം 6000-ഉം, പിന്നെ നോൺ റെസിഡൻറ്റിൻ്റെ താഴെ 6000-ഉം. ഇനി ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, എല്ലാവരും കമൻറ്റ് ചെയ്തേ, എല്ലാവരും കമൻറ്റ് ചെയ്തേ. ഓക്കെ, അപ്പം ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് ഓർക്കുക. ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ എബ്രോഡ്. എബ്രോഡിലെ അഗ്രികൾച്ചർ ആണ്, അവിടുന്ന് ഇൻകം കിട്ടി. റിസീവ്ഡ് ദെയർ, എബ്രോഡിൽ വെച്ച് തന്നെ നമുക്ക് കിട്ടി 3,41,000. ബട്ട് റെമിറ്റഡ് ₹86,000 ലേറ്റർ ടു ഇന്ത്യ. അതായത് റെമിറ്റഡ് എന്ന് പറഞ്ഞൊരു സെനൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുക, അത് ക്യാൻസൽ ചെയ്തോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കുക. റെമിറ്റഡ്, ബ്രോഡ് ടു ഇന്ത്യ, അങ്ങനത്തെ ഒരു സെനൻസ് ഉണ്ടെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കുക. ബാക്കി സെനൻസ് മാത്രം നോക്കിയാൽ മതി. ഇൻകം ഫ്രം അഗ്രികൾച്ചർ എബ്രോഡ്, റിസീവ്ഡ് ദെയർ. അഗ്രികൾച്ചർ ഇൻകം ആണ്, എബ്രോഡിലെ അഗ്രികൾച്ചറിലാണ്. ഇന്ത്യയിലെ അഗ്രികൾച്ചറിലാണെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. ഇത് എബ്രോഡിലെ അഗ്രികൾച്ചറിലാണ്, അതുകൊണ്ട് തന്നെ അവിടുന്ന് കിട്ടിയ ഇൻകം ആണ്. ഓൾറെഡി കിട്ടിയേക്കുന്നതും എബ്രോഡിൽ വെച്ചാണ്. അപ്പോൾ ഇത് എവിടെയായിരിക്കും ടാക്സിബിൾ ആവുന്നത്? എല്ലാവരും കമൻറ്റ് ചെയ്തേ. എല്ലാവരും കമൻറ്റ് ചെയ്തേ. ജസ്റ്റ് ഒരു സെൻറ്റൻസ് എഴുതി വെച്ചാൽ മതി, പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. എല്ലാവരും കമൻറ്റ് ചെയ്തേ. ക്ലാസ്സിലുള്ള എല്ലാവരും കമൻറ്റ് ചെയ്തേ. കിട്ടാത്തവർ ഒന്ന് പറയുക, ഞാൻ ഒന്നുകൂടെ പറയാം. ഇനി എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ വരുന്നത് ഇൻട്രസ്റ്റ് ഫ്രം ഡിപ്പോസിറ്റ് ഇൻ USA റിസീവ്ഡ് ദെയർ 3,40,000. ഇനി ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് 92,000 സ്പെൻഡ് ഇൻ കാനഡ ഫോർ മീറ്റിംഗ് ദ എഡ്യൂക്കേഷൻ എക്സ്പെൻസ് ഓഫ് ഹിസ് സൺ ആൻഡ് 2,48,000 വാസ് റെമിറ്റഡ് ടു ഇന്ത്യ. രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടെ സ്പെൻഡ് ചെയ്യുന്നോ അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. എവിടെ വെച്ച് റിസീവ് ചെയ്തു, എവിടെ വെച്ച് അക്രൂ ചെയ്തു അല്ലെങ്കിൽ എറേസ് ചെയ്തു, ഈ രണ്ട് കേസുകൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നോക്കുക, ഇൻട്രസ്റ്റ് ഫ്രം ഡിപ്പോസിറ്റ്